Hi children, welcome back to the Malayalam translation of the lesson Adventures in the Banyan Tree Part 2. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കീരിയും പാമ്പുമായിട്ടുള്ള അടിയുടെ സെക്കൻഡ് റൗണ്ട് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ തേർഡ് റൗണ്ട് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ തേർഡ് റൗണ്ടും ആദ്യത്തെ റൗണ്ട് പോലെ തന്നെ ആയിരുന്നു. ഇവിടെ ചെറിയ നാടകീയമായിട്ടുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അതെന്താണെന്ന് നോക്കാം. ഈ മൈനയും കാക്കയും കൂടെ ഈ അടി കണ്ടുകൊണ്ടിരിക്കുകയാണ് കള്ളിമുൾ ചെടിയുടെ ഇടയിൽ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഈ പാമ്പിനെ കൊത്താനായിട്ട് താഴേക്ക് പറന്നു വന്നു. ഡൈവ്ഡ് എന്ന് പറഞ്ഞാൽ ഊളിയിട്ട് പറന്ന് താഴേക്ക് വന്നു. പക്ഷെ ഇപ്രാവശ്യം കഴിഞ്ഞ 2 പ്രാവശ്യം ഇവർ തമ്മിൽ കൂട്ടിയിടിച്ച് പിന്നെ തിരിച്ച് കള്ളിമുൾ ചെടിയിൽ അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം ഈ 2 പക്ഷികൾ, അതായത് കാക്കയും മൈനയും തമ്മിലിടിക്കാതെ അവരുടെ ലക്ഷ്യം തെറ്റുകയും ഈ മൈന പെട്ടെന്ന് തന്നെ മുകളിൽ പോയി ചേക്കേറുകയും ചെയ്തു. സുരക്ഷിതമായി കാക്ടസ് ചെടിയുടെ അങ്ങോട്ട് പോയി ചേക്കേറുകയും ചെയ്തു. പക്ഷേ കാക്കയും പറക്കൽ നിർത്തി തിരിച്ചു പോകാനായിട്ട് തുനിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് താമസം വന്നവിടെ. ആ താമസം വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഈ പാമ്പ് ശക്തിയായിട്ട് എൻ്റെ തലയുടെ ഭാഗം പുറകിലോട്ടെടുത്തപ്പം ഈ കാക്കയുടെ ദേഹത്ത് പടോന്നുള്ളൊരു ശബ്ദത്തോടു കൂടി ഈ പാമ്പിൻ്റെ വായുടെ മുൻഭാഗം കയറി ശക്തിയായിട്ട് അടിച്ചു. അങ്ങനെ പാമ്പിൻ്റെ ആ ശക്തമായ അടിയിൽ ഈ കാക്ക ആ പൂന്തോട്ടത്തിൻ്റെ ഏകദേശം 20 അടിയോളം കുറുകെ പറന്നുപോയി. എന്നിട്ട് അപ്പോഴേക്കും അതിൻ്റെ ജീവൻ നിശ്ചലമായി തുടങ്ങി. അതിങ്ങനെ ചിറകിട്ടടിച്ചിട്ട് താഴെ വന്ന് വീണു നിശ്ചലമായി. അപ്പോൾ മൈന എന്ത് ചെയ്തു? ഉചിതമായി ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുത്തു. ഇനി ഇതില് ഞാൻ പങ്കെടുക്കില്ല. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, തിരിച്ചു പോവുക. ഈ അടി കാണുന്നത് അത്ര പന്തിയല്ല. ഞാൻ ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുകയാണ്. ഞാൻ പതുക്കെ ഇതിൽ നിന്നും മാറുകയാണ്. ഇനി ഈ അടിയിൽ ഞാൻ ഇടപെടുന്നത് ബുദ്ധിയല്ല എന്ന ഉറച്ച തീരുമാനം മൈന എടുത്തിട്ട് മൈന കള്ളിമുൾ ചെടിയുടെ ഇടയിൽ സുരക്ഷിതമായി തന്നെ ഇരുന്നു. അപ്പൊ ഇവിടെ സംഭവിച്ചത് കാക്ക ചത്തു വീഴുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ വീണ്ടും പാമ്പിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ്. പക്ഷേ ഈ കീരി വിടാൻ ഭാവമില്ല. കീരി ഭയമില്ലാതെ മുമ്പോട്ട് വരികയും അതിൻ്റെ കുറുകിയ കാലുകൾ പൊക്കിക്കൊണ്ട് മിന്നൽ വേഗത്തിൽ പെട്ടെന്ന് പാമ്പിനെ ഒരു കടി കൊടുക്കുകയാണ്. എന്നിട്ട് അതെന്ത് ചെയ്തു? ആ തടിയൻ പാമ്പിൻ്റെ തലഭാഗം മൊത്തം കീരി അതിൻ്റെ വായ്ക്കകത്താക്കി. സ്നൗട്ട് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ മൂക്ക് ഉൾപ്പെടെയുള്ള മുഖത്തിൻ്റെ ഭാഗത്തിനെയാണ് സ്നൗട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ തൻ്റെ കുറുകിയ കാലുകൾ പൊക്കിക്കൊണ്ട് കീരി നിർഭയം പാമ്പിൻ്റെ അടുത്ത് വന്നിട്ട് മിന്നൽ വേഗത്തിൽ ഒരു കടി കൊടുത്തു. ആ കടി കൊടുത്ത് ഈ തടിയൻ പാമ്പിൻ്റെ തലഭാഗം മൊത്തം കീരി വായ്ക്കകത്താക്കി. അപ്പോഴേക്കും പാമ്പ് റിത്തുഡ് ആൻഡ് ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് പുളയുകയും വളയുകയൊക്കെ ചെയ്തു. പക്ഷെ കീരി വിടാൻ ഭാവമില്ല. കീരി എന്ത് ചെയ്തു? അതിൻ്റെ പാമ്പിൻ്റെ പത്തിഭാഗം കടിച്ചു തൂങ്ങിക്കൊണ്ട് പാമ്പിനെ കടിച്ച് കുടഞ്ഞു. പാമ്പിൻ്റെ തലഭാഗം അതിൻ്റെ വായ്ക്കകത്താക്കിയിട്ട്
ആ പത്തിയുടെ ഭാഗം ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് തൂങ്ങിക്കിടന്ന് കറങ്ങിയാണ്. അപ്പം പാമ്പ് വേദന കൊണ്ട് പുളയുകയാണ്. പാമ്പ് അതൊരു ഭയാനകമായ കാഴ്ചയായിരുന്നു. പാമ്പ് വേദന കൊണ്ട് വളയും പുളയുകയും ചെയ്തിട്ട് ഈ കീരിയെ കയറി ചുറ്റി. പക്ഷേ കീരി വിടാൻ ഭാവമില്ല. കീരി അതിനെ കടിച്ചു പിടിച്ചുകൊണ്ട് വളഞ്ഞ് തൂങ്ങി ഇങ്ങനെ ചുറ്റുകയാണ് പാമ്പിനെ കൊണ്ട്. അവസാനം പാമ്പിന് രക്ഷയില്ലാതായി. അവസാനം പാമ്പ് ഏകദേശം ചത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് കീരി അതിൻ്റെ പത്തിയും വായ്ഭാഗവും എല്ലാം കൂടെ കടിച്ചു തൂങ്ങി ഇങ്ങനെ അതിനെ കൊണ്ട് ഇങ്ങനെ കറങ്ങിയാണ്. അവസാനം പാമ്പ് ചത്തു എന്ന് ഉറപ്പാക്കാനായിട്ട് ക്യൂറിംഗ് ലെന്ത് എന്ന് പറഞ്ഞാൽ ഈ ചത്ത് കഴിയുമ്പോൾ ശരീരം വിറച്ചല്ലേ കിടക്കണം, തണുത്താണ് കിടക്കുന്നത്. അപ്പോൾ തണുത്ത് വിറച്ച് കിടക്കുന്ന ആ പാമ്പിൻ്റെ ശവം ഈ കീരി മണത്ത് നോക്കി. എന്നിട്ടാണ് മരണം ഉറപ്പിച്ചത്. എന്നിട്ട് പാമ്പിൻ്റെ പത്തിയുടെ ആ ഭാഗം തൻ്റെ വായ്ക്കുള്ളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഇതിനെ കുറ്റിച്ചെടിയുടെ ഇടയിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ്. പാമ്പിൻ്റെ മൃതശരീരം പത്തിയുടെ ഭാഗത്ത് കടിച്ചു പിടിച്ചുകൊണ്ട് കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് കീരി പോവുകയാണ്. അപ്പൊ ഈ സമയത്ത് മൈന പതുക്കെ വളരെ ശ്രദ്ധാപൂർവം കള്ളിമുൾ ചെടിയുടെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി കുറച്ച് തത്തി നടന്ന് ഒരു കുറ്റിച്ചെടിയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു നോക്കിയാണ്. സുരക്ഷിതമായ ഒരു സ്ഥാനത്തിരുന്ന് കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കിയാണ് കീരി പാമ്പിന് എന്താണ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഒരു അഭിനന്ദനത്തിൻ്റെ കൂർത്ത ശബ്ദത്തോടെ, ഷ്രിൽ ക്രൈ എന്ന് പറഞ്ഞാൽ കാതു തുളയ്ക്കുന്ന ശബ്ദത്തോടെ അത് ചെലച്ചു. ഒരു അഭിനന്ദനം കീരിക്ക് കൊടുക്കാൻ എന്ന പോലെ ഒരു കൂർത്ത ചെവി തുളയ്ക്കുന്ന ശബ്ദം മൈന ഉണ്ടാക്കിയതിന് ശേഷം മൈന അവിടെ നിന്നും പറന്ന് പോയി. അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ പാമ്പ് ചത്തു, ഈ അടിപിടിയെല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ ഈ റസ്കിൻ ബോണ്ട്, അതായത് ഈ കുട്ടി പതുക്കെ താഴേക്ക് ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ താഴേക്ക്, മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നേരെ അപ്പൂപ്പൻ്റെ അടുത്ത് പോയി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അപ്പൂപ്പൻ ഇത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കീരി പാമ്പിനെ കൊന്നല്ലോ എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അപ്പൂപ്പന് സന്തോഷം തോന്നി. അപ്പൂപ്പൻ ഈ കീരിയെ അവിടെ വളർത്തുന്നതാണ്. കാരണം കീരി എന്തായിരുന്നാലും പാമ്പിന്റെ ശത്രുവാണ്. അപ്പൊ കീരി ഉള്ളിടത്തോളം കാലം പാമ്പ് അവിടെ വരില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പൂപ്പൻ അതിനെ അവിടെ വളരാൻ അനുവദിച്ചിരുന്നത്. മാത്രമല്ല അപ്പൂപ്പൻ അടുക്കള ഭാഗത്ത് നിന്നുള്ള ആഹാര സാധനങ്ങളെല്ലാം ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഈ കീരിക്ക് കൊടുക്കുമായിരുന്നു. അപ്പൂപ്പൻ ഒരിക്കലും ആ കീരിയെ ഇണക്കാൻ ശ്രമിച്ചിരുന്നില്ല. കാരണം വന്യകീരികളാണ്, അതായത് കാട്ടുകീരികളാണ് ഇണങ്ങിയ കീരികളെക്കാളും നല്ലതെന്ന് അപ്പൂപ്പന് അറിയാമായിരുന്നു. അതുകൊണ്ട് അപ്പൂപ്പൻ ഒരിക്കലും അതിനെ ഇണക്കാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. പിന്നെ ഈ റസ്കിൻ ബോണ്ട് നോക്കുമ്പോൾ പലതവണയും ഈ കീരി ആ പൂന്തോട്ടത്തിൻ്റെ 4 ചുറ്റും റോന്ത് ചുറ്റുന്നത് കാണാം. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഈ കീരിയുടെ വായിൽ മുട്ട ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അവന് മനസ്സിലായി അവൻ കോഴിക്കൂട്ടിൻ്റെ അടുത്ത് പോയി കാണും എന്ന് അവന് മനസ്സിലായി. കാരണം കോഴിക്കൂട്ടിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞ് കോഴികളെയും പക്ഷികളെയൊന്നും കീരി ഉപദ്രവിക്കാറില്ല, പക്ഷെ മുട്ട മോഷ്ടിക്കാറുണ്ട് ആഹാരത്തിനായിട്ട്. അപ്പോൾ ഈ കോഴി ഇടുന്ന മുട്ട വായിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഈ കുട്ടി ഒരിക്കൽ കണ്ടു, കീരിയുടെ വായിലിരിക്കുന്നത് കണ്ടു. പക്ഷെ അമ്മമ്മ ഒരിക്കലും അവനെ ആട്ടിപ്പായിക്കില്ല. ഈ കീരി കോഴിയുടെ മുട്ട മോഷ്ടിക്കുന്നതിൽ അമ്മമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ല. കാരണം അവൻ അവിടെ ഉള്ളിടത്തോളം കാലം പാമ്പിൽ നിന്നുമുള്ള ഒരു മോചനം ലഭിക്കും എന്നുള്ളത് കൊണ്ട് അമ്മമ്മ ഒരിക്കലും കോഴിക്കൂട്ടിൽ കയറി കീരി മുട്ട മോഷ്ടിക്കുന്നതിൽ യാതൊരു തടസ്സവും നിന്നിട്ടില്ല. കീരിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അമ്മമ്മ കൊടുത്തിരുന്നു. അപ്പം ഇത്രയാണ് ഇന്നലത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. അപ്പോൾ ഇതിൽ
പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. അത് ആദ്യത്തെ നമ്മൾ ലെസൺ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിലെ ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് തൊട്ട് ഹിമാലയാസ്, നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അത് മസ്റ്റാണ്. ടെക്സ്റ്റ് വായിക്കണം, ടെക്സ്റ്റിൻ്റെ പുറകെ കിടക്കുന്ന മീനിങ്സ് ഗ്ലോസറി പഠിക്കണം. അപ്പം അതിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ സ്പ്രെഡിങ് ബ്രാഞ്ചസ് തൊട്ട് ഹിമാലയാസ് വരെയുള്ള ഭാഗത്ത് ഒരുപാട് പ്രിപ്പോസിഷൻ ഉണ്ട്. ഓണ്, ഇന്ന്, അറ്റ്. അപ്പം അത് ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പം അത് പഠിക്കുക. പിന്നെ ഓരോ പാരഗ്രാഫിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ്, കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വരാം. ഉദാഹരണത്തിന് ദ ഹൗസസ് ആൻഡ് ഗ്രൗണ്ട്സ് ബിലോങ്ഡ് ടു ദ ഗ്രാൻഡ് ഫാദർ. അവിടെ ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പം അവിടെ ദ ഹൗസസ് ആൻഡ് ഗ്രൗണ്ട്സ് അത്രയും ഭാഗമാണ് നൗൺ ഫ്രേസ്. ബിലോങ്ഡ് ടു ഗ്രാൻഡ് ഫാദർ എന്നുള്ളതാണ് വെർബ് ഫ്രേസ്. അപ്പം എവിടെ വെച്ചാണ് വെർബ് തുടങ്ങുന്നത് അതാണ് വെർബ് ഫ്രേസ്. അതുപോലെ വൺ വേർഡ് ചോദിക്കാം. ഡിസ്ലൈക്ക്, റിസെന്റ്, നോയ്സി, ക്വാറൽ, സ്ക്വാബിൾ, അതുപോലുള്ള വൺ വേർഡുകളൊക്കെ ചോദിക്കുക. അപ്പം ഗ്ലോസറി പഠിക്കുക. പിന്നെ ഓരോ പാരഗ്രാഫിൽ നിന്ന് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ദ കോബ്ര വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്. അപ്പം അവിടെ ദ കോബ്ര എന്നുള്ളത് നൗൺ ഫ്രേസും വാസ് എന്നത് പറയുന്നത് വെർബാണ്. വാസ് തൊട്ട് തുടങ്ങുന്ന ഭാഗം വെർബ് ഫ്രേസും ആണ്. അപ്പോൾ ദ കോബ്ര നൗൺ ഫ്രേസ്, വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ എന്ന് പറയുന്നത് വെർബ് ഫ്രേസും ആണ്. അപ്പം ഇങ്ങനെ നിങ്ങൾ എഴുതാൻ പഠിക്കണം. വൺ വേർഡും നൗൺ ഫ്രേസും വെർബ് ഫ്രേസും എഴുതാനുള്ള ക്വസ്റ്റ്യനും കൂടി കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസിൽ വരാം. അപ്പം ഇത്രയും പഠിപ്പിച്ച ഭാഗത്തു നിന്നും ഓരോ പാരഗ്രാഫിൽ നിന്നും നമുക്ക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഹാഫ് വേ ഓഫ് ദ ട്രീ, അതിൽ നിന്ന് എഡിറ്റിംഗ് വരാം. അതുപോലെ ഫ്രേസൽ വെർബൊക്കെ വരാം. എഡിറ്റിംഗ് ഞാൻ പറഞ്ഞു തന്നു. ഹാഫ് വേ ഓഫ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ്. ഹാഡ് വരുമ്പോൾ എപ്പോഴും B3 ആണ് വരുന്നത്. പിന്നെ എ ആൻഡ് ദ, ഇത് മൂന്നും തെറ്റിച്ചു കൊടുത്തിരുന്നാൽ ഏതാണോ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത് അത് മാറ്റിയിട്ട് അടുത്ത രണ്ട് ആർട്ടിക്കിൾ വേണം എഴുതാൻ. അതുപോലെ വേർഡ് ഓർഡർ തെറ്റിച്ച് തന്നിരിക്കും. അപ്പം മെയ്ഡ് അപ്പ് മൈ മൈൻഡ് എന്നാണ് വരുന്നത് അല്ലേ. അതുപോലെ മെയ്ഡ് അപ്പ് മൈ ബാഗ്, ആ ഒരു സെന്റൻസ് തെറ്റിച്ച് ജംബിൾഡ് ആയിട്ട് കൊടുത്തിരിക്കും. പിന്നെ വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക്, ഫെൽറ്റ് എന്ന് കൊടുത്തേക്ക്. അപ്പം ഡിഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രസന്റ് ടെൻസ് ആണ് വരുന്നത്. അപ്പം ആ പാസേജിൽ നിന്ന് ഫ്രേസൽ വെർബും ചോദിക്കാം. ഞാൻ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബിൽറ്റ്, സെറ്റപ്പ്, കണ്ടിന്യൂഡ് ഫോർ ദ ഫൈറ്റ്, കണ്ടിന്യൂഡ് ഫോർ എ ലോങ് ടൈം, ബെൻഡ് ഓൺ, അങ്ങനെയുള്ള കുറേ ഫ്രേസൽ വെർബൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പം ആ പാസേജ് നന്നായിട്ട് പഠിക്കുക. പിന്നെ ഉള്ളത് ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അവിടെയും ഇറ്റ് വാസ് എ ഏപ്രിൽ ആഫ്റ്റർനൂൺ എന്ന് കൊടുത്തേക്ക്. അവിടെ ആനാണ് വരുന്നത്. ആർട്ടിക്കിള് തെറ്റായിട്ട് കൊടുത്തിരിക്കും. ദ വാം ബ്രീസ് ഹാഡ് സെൻഡ്, SEND എന്ന് തന്നേക്കും. അവിടെ സെൻഡ് എന്ന് എഴുതണം. ഹാഡ് കഴിഞ്ഞിട്ട് B3 ആണ് വരുന്നത്. അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കേണ്ടത്. വാസ് പ്ലസ് വെർബ് പ്ലസ് ING. അപ്പോൾ ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ, അതിൽ നിന്നും എറർ കറക്ഷന് ചോദിക്കാൻ. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അത് എഴുതാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ദ ഫൈറ്റ് സീൻ ദ ബോയ് ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് ഹിസ് ഗ്രാൻഡ്ഫാദർ. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ. അപ്പം അവിടെ ബോയ്, I saw a fierce battle today. Grandfather, how was it? അപ്പോൾ കുട്ടി, it was so frightening that I felt like fainting. Grandfather, if I had been there, I would have killed the snake.
അപ്പോൾ കുട്ടി പറയണം ലെറ്റ് us tame the mongoose. അപ്പോൾ ഗ്രാൻഡ് ഫാദർ നോ ബോയ് tamed mongoose is not good. അപ്പോൾ ഈ കുട്ടി ചോദിക്കും വൈ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയും വൈൽഡ് mongoose are better than tamed ones. ആ രീതിയിൽ കോൺവെർസേഷൻ എഴുതാൻ പഠിക്കണം. ഇത് കംപ്ലീറ്റ് കോൺവെർസേഷൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് പഠിക്കുക. അതുപോലെ ദ ഫൈറ്റ് സീൻ ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ് 7 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഫൈറ്റ് സീൻസ് തുടങ്ങുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന പാരഗ്രാഫ് എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് അതിനെ നോട്ടിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക. എവിടെയൊക്കെയാണോ ഏതൊക്കെ പാരഗ്രാഫിലാണോ ഫൈറ്റ് സീൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതെല്ലാം പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അത് നോട്ടിലോട്ട് എഴുതി പഠിക്കുക. പിന്നെ ദ റോൾ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് ദ മൈന ആൻഡ് ദ ക്രോ ഇൻ ദ ഫൈറ്റ്. അതായത് കാഴ്ചക്കാരെ വന്ന കാക്കയുടെയും മൈനയുടെയും റോൾ എന്താണ്. അപ്പോൾ കാക്കയും മൈനയും കുറിച്ച് എവിടെയൊക്കെയാണോ ടെക്സ്റ്റിൽ ഏതൊക്കെ പാരഗ്രാഫിലാണോ പറഞ്ഞിരിക്കുന്നത് അത് അത്രയും മാർക്ക് ചെയ്തിട്ട് അത് നോട്ടിലോട്ട് എഴുതുക. ഒരു പാരഗ്രാഫ് ആകുന്ന രീതിയിൽ എഴുതിയിട്ട് അത് പഠിക്കുക. കാക്കയും മൈനയും കുറിച്ച് എവിടെയൊക്കെയാണോ ടെക്സ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നത് ആ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തി നോട്ടിൽ എഴുതി അതൊരു പാരഗ്രാഫ് ആക്കി പഠിക്കുക. അപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ദ ഫൈറ്റ് സീൻ ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ് വരാം. ദ റോൾ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ് ഇൻ ദ ബാറ്റിൽ ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ് അത് രണ്ടും 7 മാർക്കിന് വരാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി ക്വസ്റ്റ്യൻസും അതുപോലെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കുറച്ച് എക്സസൈസ് ഓൺലൈൻ ക്ലാസ്സിൽ തന്നിരുന്നു. അത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. താങ്ക് യു.